മോദി സർക്കാർ കഴിഞ്ഞ 11 വർഷമായി ഈ രാഷ്ട്രത്തിൽ നടപ്പാക്കിയത് വികസനമല്ല, മറിച്ച് ഈ രാഷ്ട്രത്തെ പുനർനിർമ്മിക്കുകയായിരുന്നു എന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം. കാരണം സ്വാതന്ത്ര്യാനന്തരം ഈ രാഷ്ട്രത്തെ ഭരിച്ച കോൺഗ്രസ് ഒരിക്കൽ പോലും ഭാരതത്തിന്റെ സാധാരണ ജനങ്ങൾക്ക് സഹായം കിട്ടുന്ന അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ കരിപിടിപ്പിക്കാൻ ആവശ്യമായ ഒരു രാഷ്ട്രം എന്ന നിലയിൽ ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പുരോഗതിയിലേക്ക് നയിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയും നടപ്പാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, പല കാര്യങ്ങളിലും നയരാഹിത്യം, തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക, എടുക്കുന്ന തീരുമാനങ്ങൾ വികലമായ തീരുമാനങ്ങൾ എടുക്കുക, ഏതെങ്കിലും എടുത്ത തീരുമാനങ്ങൾ അതിന്റെ അന്തസ്സത്തയെ ചോർത്തിക്കളഞ്ഞ് നടപ്പാക്കുക, എല്ലാ മേഖലയിലെയും അഴിമതി നടപ്പാക്കുക തുടങ്ങിയിട്ടുള്ള ജനദ്രോഹകരമായ കാര്യങ്ങൾ മാത്രമാണ് സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും, കോൺഗ്രസിന്റെ എല്ലാ കാലത്തെയും പ്രധാനമന്ത്രിമാര് നെഹ്റു കുടുംബം എന്ന ഒരു ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഒരു രാജവംശത്തിന്റെ എപ്രകാരമാണ് മുഗൾ ഭരണകാലഘട്ടത്തിൽ രാജാവിന്റെ മകൻ അടുത്ത രാജാവായി മാറി കുടുംബാധിപത്യം പോലെ ഈ രാജ്യത്തിന്റെ ഭരണം കൈയാളിയിരുന്നത്, അതുപോലെയായിരുന്നു കോൺഗ്രസ് ഈ നാട് ഭരിച്ചു വന്നിരുന്നത്. ഒന്നുകിൽ നെഹ്റു കുടുംബത്തിന്റെ പുതിയ പുതിയ തലമുറയിലെ ആൾക്കാർ, അതല്ല എങ്കിൽ നെഹ്റു കുടുംബത്തോട് സമ്പൂർണമായ വിധേയത്വം പ്രഖ്യാപിച്ച് നെഹ്റു കുടുംബത്തിനെ പ്രീതിപ്പെടുത്തി ഈ രാജ്യത്തെ ഭരിക്കുക. ഇത് മാത്രമായിരുന്നു 60 വർഷവും നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടം വരെ എടുത്താൽ അതിൽ ജനതാ പാർട്ടി ഭരിച്ച 2.5 വർഷം, പിൽക്കാലത്ത് അടൽ ബിഹാരി വാജ്പേയിയുടെ 6 വർഷക്കാലം, ഈ ഒരു 10 വർഷത്തിൽ താഴെയുള്ള ഒരു കാലയളവാണ് ഇന്ത്യക്കാർക്ക് വേണ്ടി നടത്തിയ ഭരണം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ദില്ലിയിൽ അരങ്ങേറിയത്. ബാക്കിയൊക്കെ ആ ഒരു കുടുംബത്തിന്റെ ഖ്യാതി നിലനിർത്താൻ രാജ്യത്ത് തുടങ്ങുന്ന സ്ഥാപനങ്ങൾ മുഴുവൻ നെഹ്റു കുടുംബത്തിന്റെ അനന്തര അവകാശികളുടെ പേരിലേക്ക് നാമകരണം ചെയ്തു കൊടുത്തു. നാട്ടിലെ മുഴുവൻ വിമാനത്താവളങ്ങൾക്കും, മുഴുവൻ പദ്ധതികൾക്കും, മുഴുവൻ റോഡുകൾക്കും, മുഴുവൻ സ്റ്റേഡിയങ്ങൾക്കും തുടങ്ങി ഈ രാജ്യത്ത് തുടങ്ങുന്ന മെഡിക്കൽ കോളേജുകളും വലിയ വലിയ കോളേജുകളും അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ഗവേഷണ സ്ഥാപനങ്ങൾ എല്ലായിടത്തേക്കും നെഹ്റു കുടുംബത്തിന്റെ ഖ്യാതി പരത്താനുള്ള അവസരം മാത്രമായിട്ടാണ് ഭരണാധികാരികൾ വിനിയോഗിച്ചത്. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായത്, ഈ രാജ്യം എന്നുള്ളത് ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെതല്ല, മറിച്ച് ഈ രാജ്യം എന്നുള്ളത് ഇവിടുത്തെ സാധാരണ മനുഷ്യരുടേതാണ്. ഒരു ഭരണാധികാരി തന്റെ ഭരണം നടത്തേണ്ടത് ആ രാജ്യത്തെ സാധാരണ മനുഷ്യന്റെ. ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ, നിങ്ങളൊരു തീരുമാനം നടപ്പാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് ഈ തീരുമാനം ബാധിക്കാൻ പോകുന്ന ഏറ്റവും സാധാരണക്കാരന്റെ മുഖമായിരിക്കണമെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. എന്തായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് മഹാത്മാഗാന്ധി അടക്കമുള്ളവര് ജവഹർലാൽ നെഹ്റുവിനോട് ഉപദേശിച്ചത്? നെഹ്റുവിനോട് പറഞ്ഞത്, ഇനി മുതൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആവശ്യമേ ഇല്ല, കോൺഗ്രസ് പിരിച്ചുവിടണം, അതിനുശേഷം ദേശീയ സർക്കാരുകൾ രൂപവൽക്കരിക്കണം. ഈ രാജ്യത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ്. അതുകൊണ്ട് ഭാരതത്തിന്റേതായ ചില പ്രത്യേകതകളുണ്ട്, തനത് മൂല്യങ്ങളുണ്ട്. ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്ത പ്രത്യേകതകൾ നമ്മുടെ രാജ്യത്തിനുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തെ പോലെ ഇത്രയേറെ വൈവിധ്യങ്ങളുള്ള ഒരു നാട്, ഭാഷയിലും വേഷത്തിലും ഭക്ഷണ രീതിയിലും തുടങ്ങി
നിത്യ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വൈവിധ്യം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം. കാലാവസ്ഥ, കേരളം മുതൽ കശ്മീർ വരെ നിങ്ങൾ യാത്ര ചെയ്താൽ ലോകത്തുള്ള എല്ലാ കാലാവസ്ഥകളും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. മരുഭൂമിയായാലും മഞ്ഞുമൂടിയ മേഖലകളായാലും നദികള്, കടൽ, പുഴ തുടങ്ങി സമതലം, വനപ്രദേശങ്ങൾ തുടങ്ങി ലോകത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ജിയോഗ്രഫി ഉണ്ടോ, ഏതൊക്കെ തരത്തിലുള്ള ഭൂമി ഘടനയുണ്ടോ, ആ ഘടന മുഴുവനുള്ള ഒരു നാടാണ് ഭാരതം. ഭാരതത്തിൽ ആയിരക്കണക്കിന് ഭാഷകളുണ്ട്, കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ആ മനുഷ്യർ മുഴുവൻ ആയിരക്കണക്കിന് വർഷക്കാലത്തെ അടിമത്തത്തിന്റെ ഭാരം പേറുന്നവരാണ്. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികമായ നട്ടല് ബ്രിട്ടീഷുകാരും മുഗളന്മാരും ചേർന്ന് ഒടിച്ചതാണ്. നീണ്ടു നിൽക്കുന്ന ക്ഷാമം, വർഗീയ കലാപങ്ങൾ, വലിയ വലിയ യുദ്ധങ്ങൾ, അധിനിവേശങ്ങൾ, പ്രകൃതിക്ഷോഭം തുടങ്ങി ഭാരതത്തിന്റെ ഉത്തര മേഖല അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളും വലിയ വലിയ കഷ്ടനഷ്ടങ്ങളിലാണ് കഴിയുന്നത്. ഊനിന്മേ കുരു എന്ന് പറഞ്ഞതുപോലെയാണ് വിഭജനം സംഭവിച്ചത്. കോടിക്കണക്കിന് മനുഷ്യരെയാണ് വിഭജനം ബാധിച്ചത്. ഒറ്റ രാത്രി കൊണ്ട് അവർ ജീവിച്ച നാട് അവർക്ക് അന്യമായി പോയ ഒരവസ്ഥ. കയ്യിൽ കിട്ടിയത് കൊണ്ട് പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഓടിപ്പോകേണ്ട അവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെട്ടത് കോടിക്കണക്കിന് മനുഷ്യരാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു നാടിനെ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല അവധാനതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി വേണം ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ. അമേരിക്കയോ റഷ്യയോ ഓസ്ട്രേലിയയോ ജർമ്മനിയോ ജപ്പാനോ നടപ്പാക്കിയ മാതൃകയാവരുന്നു നമ്മുടേത്. നമുക്ക് നമ്മുടെ തനതായ ഒരു പദ്ധതി ഉണ്ടാകണം. അതിനാണ് ഗാന്ധിജി രാമരാജ്യം എന്ന സങ്കല്പം മുൻപോട്ടേക്ക് വെച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ ഭാരതത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ്. അപ്പൊ ഗ്രാമങ്ങളെ ഓറിയന്റഡ് ആയിട്ടുള്ള, ഗ്രാമങ്ങളെ ലക്ഷ്യം വെക്കുന്ന, ഗ്രാമീണരെ ലക്ഷ്യം വെക്കുന്ന വികസന പദ്ധതികളെ നടപ്പാക്കണമെന്ന ഗാന്ധിജിയുടെ ആവശ്യം ബധിര കർണങ്ങളിലാണ് പതിച്ചത്. ആരും ഗാന്ധിജിയുടെ വാക്കുകളെ പാലിക്കാൻ തയ്യാറായില്ല. ഇത് മാത്രമല്ല, ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ സ്റ്റാലിൻ നടപ്പാക്കിയ പഞ്ചവത്സര പദ്ധതികള് ഭാരതത്തിൽ നടപ്പാക്കാൻ നെഹ്റു ഗവൺമെന്റ് തയ്യാറായി. ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതി എന്നുള്ളത് സോവിയറ്റ് യൂണിയനിൽ നിന്നും അഡോപ്റ്റ് ചെയ്ത പദ്ധതിയാണ്. ആരായിരുന്നു പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവ്? സ്റ്റാലിൻ. സോവിയറ്റ് റഷ്യയില് ഏകാധിപതിയായ സ്റ്റാലിൻ നടപ്പാക്കിയ പഞ്ചവത്സര പദ്ധതിയുടെ മോഡലിലേക്കാണ് ഭാരതത്തിന്റെ വികസന പദ്ധതിയെ നെഹ്റു അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. അങ്ങനെ വരുമ്പോൾ സോവിയറ്റ് മോഡൽ എന്നുള്ളത് ഭാരതത്തിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്ന മോഡലായി മാറി. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യമല്ലേ, സോവിയറ്റ് എന്നൊരു നാടുണ്ടത്രേ, കാണാൻ കഴിഞ്ഞാൽ എത്ര സൗഭാഗ്യമെന്ന് വിളിച്ച മുദ്രാവാക്യമുള്ള നാടാണിത്. അപ്പൊ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു നമുക്ക് എല്ലാത്തിന്റെയും മാതൃക. അങ്ങനെ പഞ്ചവത്സര പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പായി. എന്തായിരുന്നു പഞ്ചവത്സര പദ്ധതിയുടെ ബാക്കി പത്രം? ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതികളുള്ള എല്ലാ പദ്ധതികളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. ഒരു പദ്ധതി പോലും ലക്ഷ്യം കണ്ടില്ല. ആദ്യ പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. എല്ലാം കൃഷിമയം. വലിയ വ്യവസായങ്ങൾ വേണ്ട, ചെറുകിട വ്യവസായങ്ങൾ വേണ്ട, ഉത്പാദനശാലകൾ വേണ്ട. കൃഷിയാണ് ഭാരതത്തിൽ ഇനി നടപ്പാക്കാൻ പോകുന്നത്. കൃഷിക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുകൂടാനുള്ള ഉത്തരവ് പോലും ഉണ്ടായി. കാരണം സോവിയറ്റ് യൂണിയൻ പരീക്ഷിച്ച് വിജയിച്ച മോഡലാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെ അത് നടപ്പാക്കി. എന്നിട്ടോ കൃഷിയിൽ ഭാരതം എവിടെയെങ്കിലും എത്തിയോ? ഭാരതത്തിന്റെ കൃഷി വ്യവസ്ഥ സമ്പൂർണ്ണമായി തകർന്നു തരിപ്പണമായി. 5 വർഷം കഴിയുമ്പോ വീണ്ടും ആസൂത്രണ കമ്മീഷൻ യോഗം ചേർന്ന് തീരുമാനിക്കുകയാണ്, ഇനി മുതൽ നമുക്ക് കൃഷിയല്ല വേണ്ടത്, വ്യവസായമാണ്. ഉടൻ തന്നെ ഭാരതത്തിന്റെ കംപ്ലീറ്റ് ഫോക്കസും വ്യവസായത്തിലേക്ക് മാറും. സ്റ്റേറ്റ് ചെലവാക്കുന്ന പണം മുഴുവൻ വ്യവസായത്തിന് വേണ്ടിയായി. അടുത്ത 5 വർഷം കഴിയുമ്പോൾ പറയും നമുക്ക് വേണ്ടത് ഇതല്ല, ചെറുകിട സംരംഭങ്ങളാണ്. വീണ്ടും ചെറുകിട സംരംഭങ്ങളിലേക്ക് പോകുന്നു. ഇങ്ങനെ ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ ലക്ഷ്യത്തെ വഴിതിരിച്ച് വിട്ടുകൊണ്ടിരുന്നു. എന്നാ അതിന്റെ ബാക്കി പത്രം? രാഷ്ട്രം എവിടെയും എത്തിയില്ല. രാഷ്ട്രം എവിടെയും എത്താൻ രാഷ്ട്രത്തിന് സാധിച്ചില്ല. കാരണം ഒരു 5 വർഷം കൊണ്ട് ഒരു രാജ്യത്തിന്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല. ഇത് നാട്ടിലെല്ലാവർക്കും മനസ്സിലായെങ്കിലും നെഹ്റുവിനോ കോൺഗ്രസിനോ മാത്രം ഇത് മനസ്സിലായില്ല. അങ്ങനെ പഞ്ചവത്സര പദ്ധതി കൊണ്ട് ഭാരതത്തിന്റെ വികസനം എന്ന് മാത്രമല്ല, ഭാരതത്തിന്റെ മുൻപോട്ടുള്ള യാത്ര പോലും അവതാളത്തിലായി.
ഇതായിരുന്നു ഭാരതത്തിന്റെ പൊതുവായ ചിത്രം. അതുകൊണ്ട് എന്തുപറ്റി? ലൈസൻസി രാജ് ഏർപ്പെടുത്തി. സോഷ്യലിസത്തിന്റെ പുറകെ പോയി കുറെ കാലം നാട്. എന്തിനും ലൈസൻസ് വേണം. സർക്കാരാണ് എല്ലാത്തിന്റെയും കസ്റ്റോഡിയൻ, എല്ലാം നിയന്ത്രിക്കേണ്ടത് സർക്കാരാണ് എന്ന ചിന്ത വന്നു. ഇവിടെ ഇരിക്കുന്ന പ്രായമായിട്ടുള്ള ആൾക്കാര് നോക്കിയാൽ അറിയാം, സൈക്കിളിൽ ലൈസൻസ് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെ? സൈക്കിളിൽ ലൈസൻസ് ഉണ്ടായിരുന്നു, റേഡിയോയ്ക്ക് ലൈസൻസ് വേണമായിരുന്നു അല്ലെ? ഇങ്ങനെ ഒരു കാലഘട്ടം ഈ നാട്ടിൽ ഉണ്ടായിരുന്നു. ആരാണ് ഇതൊക്കെ തീരുമാനിച്ചത്? വലിയ വ്യവസായശാലകൾ തുടങ്ങാൻ അനുമതി ഉണ്ടായില്ല. വൻകിട പദ്ധതികൾ നമ്മുടെ നാട്ടിൽ തുടങ്ങാൻ പറ്റില്ല. കാരണം എന്താ? വൻകിട പദ്ധതി തുടങ്ങാൻ വരുന്നവൻ കുത്തക മുതലാളിയാണ്, ബൂർഷയാണ് എന്ന തലതിരിഞ്ഞ ചിന്ത കൊണ്ട് വൻകിട വ്യവസായ പദ്ധതികൾക്ക് അനുമതി നിഷേധിച്ച സംഭവങ്ങൾ പോലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ലൈസൻസി രാജ്യ സമ്പ്രദായം ഭാരതത്തിലുണ്ട്. ഏതിനും അനുമതി നേടിയെടുക്കണമെന്ന ചിന്തയുണ്ടായി. എല്ലാത്തിനും സർക്കാരിന്റെ നിയന്ത്രണം വന്നിട്ട് സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ ദുരന്തപൂർണമാക്കി മാറ്റി. അതിന്റെ ബാക്കിപത്രമായിരുന്നു രാജീവിന്റെ കാലഘട്ടത്തിൽ. ഇന്ത്യക്ക് ശേഷം രാജീവ് അധികാരത്തിൽ വന്നപ്പോ 1984 ശേഷം രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നപ്പോ അന്നത്തെ ആസൂത്രണ കമ്മീഷൻ പഠനം നടത്തി. എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യം ₹1 ചെലവഴിക്കപ്പെടുന്നത്? വളരെ കൗതുകമുള്ള ഒരു പഠനമാണ്. ഒരു രാഷ്ട്രീയ പരിശോധിക്കുന്ന നിങ്ങൾ എല്ലാവരും അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഇന്ത്യ ഗവൺമെന്റ് ₹1 ചെലവഴിച്ചാൽ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് അത് എങ്ങനെ എത്തിച്ചേരുന്നു, അതിന്റെ വഴികൾ എന്താണ് എന്ന തരത്തിൽ ആസൂത്രണ കമ്മീഷൻ ഒരു പഠനം നടത്തി. വളരെ കൗതുകകരമായിരുന്നു പഠനത്തിന്റെ റിസൾട്ട്. BJP കാരോ RSS കാരോ ഒന്നും ഉണ്ടാക്കിയത് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ നടത്തിയ പഠനമാണ്. അതിൽ പറയുന്നു, ഇന്ത്യ മഹാരാജ്യം ഈ രാജ്യത്തെ സാധാരണ മനുഷ്യന് വേണ്ടി ₹1 ചെലവഴിച്ചാൽ അർഹതപ്പെട്ടവന്റെ കൈകളിലേക്ക് എത്തുന്നത് കേവലം 17 പൈസയായി. ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥാവിശേഷത്തെ പറ്റി? ബാക്കി 73 പൈസയും ഇടനിലക്കാരന്റെയും അഴിമതിക്കാരന്റെയും കരാറുകാരന്റെയും രാഷ്ട്രീയക്കാരന്റെയും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കളുടെയും പോക്കറ്റിലേക്ക് ചെല്ലുന്ന ഒരു കെട്ടകാലം നമ്മുടെ രാജ്യത്തിൽ ഉണ്ടായിരുന്നു. ഇതേപ്പറ്റി ഇവിടെ ആർക്കും ഒരു ആശങ്കയും ഉണ്ടായില്ല. നമ്മുടെ അതിർത്തികൾ ദുർബലമായിരുന്നു. ഇന്ത്യൻ അതിർത്തി എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും തമാശ നിറഞ്ഞ ഒരു പ്രദേശമായി മാറി. അതിന്റെ ഒരു ബാക്കിപത്രമാണ് പിൽക്കാലത്ത് നമ്മുടെ പ്രതിരോധ മന്ത്രിയായ മലയാളിയായ ശ്രീമാൻ AK ആന്റണി അദ്ദേഹം പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തി. നിങ്ങൾ കുറച്ചു പേരെങ്കിലും വായിച്ചിട്ടുണ്ടാകും. ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നടക്കുമ്പോ ആന്റണിയുടേതായ ചരിത്രപ്രസിദ്ധമായ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പറയുകയാണ്, ഇന്ത്യയുടെ അതിർത്തിയിലെ റോഡുകളൊക്കെ ഇന്ത്യ ഗവൺമെന്റ് മനഃപൂർവ്വമാണ് നന്നാക്കാതിരുന്നത് എന്ന്. കാരണം എന്താ? ഇന്ത്യയുടെ സൈനികർക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടുന്നില്ല, വെടിക്കോപ്പുകൾ എത്തുന്നില്ല, വസ്ത്രം എത്തുന്നില്ല. നമുക്കറിയാം, യുദ്ധത്തിൽ അല്ലെങ്കിൽ അതിർത്തിയിൽ നിൽക്കുന്ന ഭടന്മാരെന്ന് പറഞ്ഞാൽ യുദ്ധസമാനമായ സാഹചര്യമാണ് എപ്പോഴും അതിർത്തിയിൽ അല്ലെ? ഒരു യുദ്ധത്തിന്റെ വിജയത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് സപ്ലൈ ചെയിൻ ആണ്. ഇപ്പൊ നിങ്ങളുടെ പട്ടാളക്കാരുണ്ടെങ്കിൽ അറിയാം, സപ്ലൈ ചെയിന് വലിയ പ്രാധാന്യമുണ്ട്. സപ്ലൈ ചെയിൻ മുറിഞ്ഞു പോയാൽ എന്താണ്? മെയിൻ ലാൻഡിൽ നിന്നും നമ്മളുടെ ഭടന്മാര് മുറിച്ചു മാറ്റപ്പെടും. അവർക്ക് രാജ്യവുമായി ബന്ധമില്ലാതെ അവർക്ക് ഭക്ഷണം കിട്ടാതെയാകും, വെടിക്കോപ്പുകൾ കിട്ടാതെയാകും, നല്ല വസ്ത്രം കിട്ടാതെയാകും, മരുന്നുകൾ കിട്ടാതെയാകും. അങ്ങനെയാണ് യുദ്ധം പോകുന്നത്. അപ്പൊ എന്താ? ഇന്ത്യ ഗവൺമെന്റിന് പട്ടാളക്കാർക്ക് ആവശ്യമായ കാര്യങ്ങൾ എത്തിക്കാനുള്ള സംവിധാനമില്ല. ഹെലികോപ്റ്ററുകൾ ഇറങ്ങാൻ ആവശ്യമായ ഹെലിപാഡുകളില്ല. അവിടേക്ക് റെയിൽ ഗതാഗതമില്ല. റോഡ് മാർഗം എത്താൻ റോഡ് പോലുമില്ല. ഇത് സംബന്ധിച്ച ചോദ്യം പാർലമെന്റിൽ ഉയർന്നപ്പോഴാണ് AK ആന്റണി പറഞ്ഞത് അത് ഇന്ത്യ ഗവൺമെന്റ് മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം എന്താ? നല്ല റോഡുകൾ പണിതാൽ അതുവഴി ശത്രുക്കൾ കടന്നു വരും പോലും. ഇങ്ങനെ തലതിരിഞ്ഞ നയം നടപ്പാക്കിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കോൺഗ്രസ് സർക്കാരുകൾ ഭരിച്ചിരുന്ന കാലഘട്ടം. ഇവിടെ നിന്നുമാണ് 2014 നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ ഭരണ സാരഥ്യം ഏറ്റെടുക്കുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ എന്തായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? ലോകത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ രാജ്യം. ഞാൻ പറഞ്ഞു, ₹1 ചെലവഴിച്ചാൽ 83 പൈസയും അഴിമതിയിൽ കൂടി പോകുന്ന ഒരു നാട്. എങ്ങനെ ആ നാടിന് വികസനം സംഭവിക്കും? ആ നാട്ടിലെ ജനങ്ങൾക്ക് എങ്ങനെ ഒരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകും? എങ്ങനെ നല്ല റോഡുകൾ ഉണ്ടാകും, പാലം ഉണ്ടാകും, വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ ഒന്നും ഉണ്ടാകില്ല.
അങ്ങനെ 2014 നരേന്ദ്രമോദി രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുക്കുമ്പോ ഇന്ത്യ മഹാരാജ്യം എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ രാഷ്ട്രമായിരുന്നു. നിങ്ങൾക്കറിയാം, രണ്ടാം തലമുറ എന്താ സ്പെക്ട്രം ഇടപാട്, 2G സ്പെക്ട്രം ഇടപാട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോണിൽ 5G ആണ് അല്ലെ? നിങ്ങളൊക്കെ 5ാം തലമുറ സ്പെക്ട്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് 5ാം തലമുറ സ്പെക്ട്രമാണ്. 1ാം തലമുറയിൽ നിന്നും 2ാം തലമുറയിലേക്ക് നമ്മുടെ രാജ്യം ഒന്ന് ചുവട് വെച്ചപ്പോ 2ാം തലമുറയുടെ സ്പെക്ട്രത്തിന്റെ ലൈസൻസ് അനുവദിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നത് 2.25 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ആ തുകയുടെ വലിപ്പം? ഒന്ന് പേപ്പർ എഴുതി നോക്കണം. 2.25 ലക്ഷം കോടി എന്നതിനകത്ത് എത്ര പൂജ്യമുണ്ട് എന്ന്. അപ്പൊ മനസ്സിലാകും നമുക്ക് ആ തുകയുടെ വലിപ്പം. ഒരു മന്ത്രി നടത്തിയ അഴിമതിയാണ്. അത് മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് കരുണാനിധിയുടെ DMK ആയിരുന്നു. ആ DMKയുടെ മന്ത്രിയായ ശ്രീമാൻ A. രാജ മാത്രം നടത്തിയ അഴിമതിയാണ് 2.25 ലക്ഷം കോടി രൂപ. കൽക്കരി, നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ എനർജി സ്രോതസ്സിന്റെ 60% മുകളിൽ കൽക്കരിയിൽ നിന്നാണ് കണ്ടെത്തുന്നത്. കൽക്കരി ഖനികൾ ലേലം ചെയ്ത് കൊടുത്തതുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതി 2.84 ലക്ഷം കോടി രൂപ. അതായത് 2G സ്പെക്ട്രം ഇടപാടിനേക്കാൾ 10 ലക്ഷം കോടി രൂപ അധികം. 2.84 ലക്ഷം കോടി രൂപയായിരുന്നു കൽക്കരി കുംഭകോണത്തിൽ അഴിമതി നടന്നത്. ഇങ്ങനെ ആകാശത്ത് ഭൂമിയിലും പാതാളത്തിലും വരെ അഴിമതി നടത്തിയ ഒരു രാഷ്ട്രത്തിന്റെ ഭരണ സാന്നിധ്യമാണ് 2014 ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുക്കുന്നത് എന്ന് നാം മറന്നുപോകരുത്. ഇന്നോ ഇത് ലോകത്തിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഭാരതം ഇന്ന് നടന്നെടുക്കുകയാണ്. 2Gയിൽ നിന്നും ഭാരതം 3Gയിലേക്കും 4Gയിലേക്കും 5Gയിലേക്കും ഇന്ന് ലോകത്തിൽ ആദ്യമായി 6G നടപ്പാക്കുന്ന നാടായി ഭാരതം മാറുകയാണ്. 6ാം തലമുറ സ്പെക്ട്രത്തിലേക്ക് ഭാരതം നടന്നെടുക്കുന്നു. നമ്മൾ ആരും ഒരു അഴിമതിയെ പറ്റി എവിടെയും കേട്ടില്ല. പൊതുഖജനാവിനുണ്ടായ ലാഭം എത്ര ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ അഴിമതി എന്നുള്ളത് പൊതുരംഗത്ത് നിന്ന് സമ്പൂർണമായി തുളച്ചു നീക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു. കഴിഞ്ഞ 11 വർഷമായി അഴിമതി എന്നുള്ളത് ഇത് കേട്ടുകഴിഞ്ഞില്ല അല്ലെ? കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞ 11 വർഷത്തെ ഭരണത്തിന് കീഴിൽ അഴിമതി ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തെ നേതാവിന് പോലും പറ്റുന്നില്ല. സാധാരണഗതിയിൽ ഏത് സർക്കാർ ഭരിച്ചാലും പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ വെടിവെക്കെ വെക്കും. അങ്ങനെ ഒരു ഉണ്ടയില്ല വെടിവെക്കാൻ പോലും കോൺഗ്രസിനോ അവരുടെ നേതാക്കന്മാർക്കോ സാധിക്കുന്നില്ല. എന്നിടത്താണ് 11 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ വിജയമുള്ളത്. മോദി സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോ നമ്മുടെ രാജ്യത്ത് നിങ്ങൾക്ക് പത്രം വായിക്കുന്ന ആൾക്കാരല്ലേ? നിങ്ങൾ എത്ര കാലമായി കരിഞ്ചന്ത എന്നൊരു വാക്ക് കേട്ടിട്ടു? ഇന്ന് പത്രത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ടോ? പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത, അങ്ങനെ ഒരു വാക്ക് കേൾക്കാനുണ്ടോ? ചില വാക്കുകൾ തന്നെ നമ്മുടെ പൊതുപ്രയോഗത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കണം അല്ലെ? ഇന്ന് കരിഞ്ചന്തയില്ല, പൂഴ്ത്തിവയ്പില്ല. എന്തുകൊണ്ടാണ്? ഭാരതത്തിന്റെ പൊതുവിതരണ സമ്പ്രദായം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, PDS സമ്പ്രദായത്തെ മുഴുവൻ പരിഷ്കരിച്ചു. വൺ നേഷൻ വൺ റേഷൻ എന്ന പദ്ധതി നടപ്പാക്കിയതിലൂടെ സമ്പൂർണമായി ഭക്ഷ്യ രംഗത്തെ അഴിമതി ഇല്ലാതെയായി. ഭാരതത്തിലെ ഏറ്റവും വലിയ അഴിമതികളൊന്നായിരുന്നു ഭക്ഷ്യ വിതരണ രംഗത്തെ അഴിമതി. കരിഞ്ചന്തയിൽ കിട്ടുന്ന പഞ്ചസാര, പാമോയിൽ, അരി, ഗോതമ്പ്, പലവ്യഞ്ജനങ്ങൾ, ഇതുകൊണ്ട് ഇത് കേൾക്കാനുണ്ടോ? കരിഞ്ചന്ത എന്നുള്ളത് ഇല്ല. കാരണം ഇത് ആർക്കും പൂഴ്ത്തിവെക്കാൻ പറ്റാത്ത രീതിയിൽ ഭാരതത്തിന്റെ പൊതുവിതരണ സമ്പ്രദായത്തെ നരേന്ദ്രമോദി സർക്കാർ അടിമുടി പരിഷ്കരിച്ചു. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരു ദിവസം മുഴുവൻ പറയാനുള്ള നേട്ടങ്ങൾ നമുക്കുണ്ട്. അത് കേവലം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പാലം പണിതതിന്റെയോ റെയിൽവേ സ്റ്റേഷൻ പണിതതിന്റെയോ വിമാനത്താവളം നവീകരിച്ചതിന്റെയോ മാത്രം കണക്കുകളല്ല. രാജ്യത്തിനെ സമഗ്രമായി പരിഷ്കരിച്ചു. എങ്ങനെയാണ് റൂട്ട് തെറ്റി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തെ അതിന്റെ റൂട്ടിലേക്ക്, ഒരു ട്രാക്കിലേക്ക് കയറ്റി വിട്ടത്, അതേപോലെയാണ് ഇന്ന് ഭാരതം കുതിക്കുകയാണ് അതിന്റെ ലക്ഷ്യത്തിലേക്ക്. 2047 എത്തുമ്പോ ഒരുപക്ഷെ നമ്മൾ പലർക്കും ആ സൗഭാഗ്യം ഉണ്ടാകും. 2047 എത്തുമ്പോൾ ഭാരതം ലോകത്തിലെ ഏറ്റവും ശക്തമായ സമ്പന്നമായ രാഷ്ട്രമാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മോദി സർക്കാർ ഇന്ന് ഓരോ പദ്ധതികൾ നടപ്പാക്കുന്നത്. ഭാരതത്തെ പറ്റി എത്രയെത്ര അവമതിക്കുണ്ടാക്കുന്ന കഥകളായിരുന്നു നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ റെയിൽവേ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലോസറ്റ് ആയിട്ടാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അല്ലെ? ലോകത്തിലെ ഏറ്റവും വലിയ കക്കൂസ്. ഇന്ന് അങ്ങനെയാണോ അവസ്ഥ?
നമ്മുടെ ട്രാക്കുകൾക്കുള്ള റെയിൽവേ ട്രാക്കുകൾക്കുണ്ടായ മാറ്റം മാത്രം പരിശോധിച്ചാൽ മതി. നിങ്ങൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോ ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിന്ന് രണ്ടാം പ്ലാറ്റ്ഫോമിലേക്ക് ട്രാക്ക് കടന്നു പോകുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുമായിരുന്നു പണ്ട്, അല്ലെ? ഇന്നോ നമ്മുടെ റെയിൽവേ ട്രാക്കുകൾ ശുചിയായിരിക്കുന്നു. നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ സൗകര്യങ്ങളോടുകൂടി ഇന്ന് വികസിപ്പിക്കപ്പെടുന്നു. നൂറുകണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുന്നു നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ. നേരത്തെ എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് പ്രായമുള്ള ഒരാൾ ചെന്നാൽ, മുട്ടുവേദനയുള്ള ഒരാൾ ചെന്നാൽ, കൈക്കുഞ്ഞുമായ ഒരു അമ്മ ചെന്നാൽ, അല്ലെ, രണ്ടാം നിലയിലേക്ക് സ്റ്റെപ്പുകൾ കയറി പോകണം. ഇന്ന് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും എസ്കലേറ്ററും ലിഫ്റ്റും ഉണ്ടായിരിക്കും. അത് നമ്മൾ അറിയാതെ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്, അല്ലെ? നമ്മുടെ കൺമുമ്പിൽ സംഭവിച്ച മാറ്റങ്ങളാണ്. ഇതൊന്നും കൊട്ടിഘോഷിക്കാൻ ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു പത്രക്കാരനും തയ്യാറാകുന്നില്ല എന്നിടത്ത് മാത്രമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ വിജയം എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഉണ്ടായ മാറ്റം, മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോ ഈ രാജ്യത്ത് നമ്മുടെ ഗ്രാമങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി 50% താഴെയായിരുന്നു. ഒരു ഗ്രാമത്തിൽ നിന്നും അടുത്ത ഗ്രാമത്തിലേക്ക് പോകാൻ റോഡില്ല. നമുക്കറിയാം, മിക്കവാറും ഗ്രാമങ്ങളുടെ ഇടയ്ക്കുള്ളത് ഒരു പുഴയായിരിക്കും, സ്വാഭാവികമായ അതിർത്തി. അവിടെ ഒരു പാലം പണിതാൽ മതിയാകും. പക്ഷേ ഈ ഗ്രാമത്തിൽ നിന്നും അടുത്ത ഗ്രാമത്തിലേക്ക് പോകണമെങ്കിൽ 5-6 മണിക്കൂർ കറങ്ങി ചുറ്റി പോകേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് മോദി സർക്കാർ വന്ന് ഈ രാജ്യത്തെ 99% ഗ്രാമങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ചു. റോഡുകൾ കൊണ്ട്, പാലങ്ങൾ കൊണ്ട്, ട്രെയിൻ കൊണ്ട്, എല്ലാ മേഖലയിലുമുള്ള കണക്ടിവിറ്റി എന്നുള്ളത് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള രാഷ്ട്രം ഇന്ന് ഭാരതമാണ്. ഒരു രീതിയിൽ മാത്രമല്ല ബന്ധിപ്പിച്ചത്, ഗ്രാമങ്ങളെ റോഡുകൾ കൊണ്ടും പാലങ്ങൾ കൊണ്ടും ബന്ധിപ്പിച്ചു. നഗരങ്ങളെ വിമാനത്താവളങ്ങൾ കൊണ്ട്, വൻനഗരങ്ങളെ വിമാനത്താവളങ്ങൾ കൊണ്ട് ബന്ധിപ്പിച്ചു. നഗരങ്ങളെ റെയിൽവേ സ്റ്റേഷനുകൾ കൊണ്ട് ബന്ധിപ്പിച്ചു. ജനങ്ങളെയോ ഡേറ്റ കൊണ്ട് ബന്ധിപ്പിച്ചു, അല്ലെ? നിങ്ങളെല്ലാവരും നോക്കൂ. ഞാൻ പറഞ്ഞു 5Gയും 6Gയും നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മൾ ഒരു ദിവസം എത്ര GB ഡേറ്റ ഉപയോഗിക്കുന്നുണ്ടെന്ന് ആർക്കെങ്കിലും കണക്കുണ്ടോ? നമുക്ക് വല്ല കണക്ക് നമുക്ക് അറിയുന്നുണ്ടായിരുന്നു. നിങ്ങളൊരു 10 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു ഡേറ്റ റീചാർജ് ചെയ്യുന്നത്? മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ പോയ കാലഘട്ടം ഓർമ്മയുണ്ടോ? കടയിൽ ചിലപ്പോ ചോദിക്കല്ലേ, കോൾ ടൈം എത്ര വേണം, SMS എത്ര വേണം, GB എത്ര വേണം, അങ്ങനെ ചോദിക്കുന്നത്, അല്ലെ? അവർ കാലമല്ലേന്നോ? അത് നമ്മൾ മറന്നുപോയി. 249 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ 99 രൂപയ്ക്ക് ഡേറ്റ കിട്ടും, അല്ലെ? എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് ഇന്ന് അതേപറ്റി മനുഷ്യൻ ചിന്തിക്കുന്നത് പോലുമില്ല. ലോകത്തിലെ ഏറ്റവും നിരക്ക് കുറഞ്ഞ ഡേറ്റ കിട്ടുന്ന ഒരു നാടായി ഭാരതം മാറി. ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ തനിയെ ഉണ്ടായതല്ല. ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഭരണാധികാരികളുടെ ഇടപെടലാണ് ഈ നാടിന്റെ വികസനത്തിന് കാരണം. മോദി സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോ ഈ രാജ്യത്ത് ആകെ ഉണ്ടായിരുന്ന വിമാനത്താവളങ്ങളുടെ എണ്ണം 67 ആയിരുന്നു. ഇന്ന് നമുക്ക് 149 വിമാനത്താവളങ്ങൾ ഓപ്പറേഷനിലാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചരിത്രത്തിൽ ആദ്യമായി ട്രെയിൻ എത്തിയത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. 7 സിസ്റ്റേഴ്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. നാഗാലാൻഡ്, ത്രിപുരയും മേഘാലയയും മിസോറാമും അടക്കമുള്ള 7 സംസ്ഥാനങ്ങളിൽ കൂടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും റെയിൽ എത്തി, എല്ലായിടത്തും വിമാനത്താവളങ്ങൾ എത്തി. ഒരു വിമാനത്താവളമാണ് ഉണ്ടായിരുന്നത്, ഇന്ന് എല്ലായിടത്തും വിമാനത്താവളങ്ങളായി. ട്രെയിനുകൾ പല സംസ്ഥാനങ്ങളിലും ആദ്യമായി എത്തി. മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോ നമ്മുടെ രാജ്യത്തെ 20,000 ഗ്രാമങ്ങൾ സമ്പൂർണ്ണമായി ഇരുട്ടിലായിരുന്നു. കേരളത്തിലെ ഇടവലക്കുടി അടക്കം. ഇടവലക്കുടിയിൽ കണ്ടെത്തിയത് മോദി സർക്കാർ വന്നതിന് ശേഷമാണ്. നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് രാജ്യത്തെ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിച്ചത്. നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇപ്പൊ എന്തായിരുന്നു കഴിഞ്ഞ 60 വർഷക്കാലം ഇവരുടെ ഭരണം ആർക്കു വേണ്ടിയായിരുന്നു? ഇതാണ് നമ്മൾ ഓരോ മോദി സർക്കാരിന്റെ വാർഷികത്തിലും നാം ഈ നാട്ടിലെ ജനങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം അതായിരുന്നു. കോൺഗ്രസുകാർ ഭരിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു? ആ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോഴാണ് നെഹ്റു കുടുംബത്തിനും അവരുടെ ഏറാൻകുളികൾക്കും വേണ്ടി മാത്രം നടത്തിയ ഒരു രാഷ്ട്രമായി ഭാരതം അധപ്പതിച്ചിരുന്നു. ഇന്ന് കുടുംബ മഹിമയല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ രാഷ്ട്രത്തിന്റെ ഓരോ പൗരനും അർഹതപ്പെട്ടത് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ ഭരിക്കുന്നത്. അവസാന വരിയിലെ അവസാന ആളിലേക്ക് എത്തുന്ന വികസനം, ഇതാണ് നമ്മുടെ മുദ്രാവാക്യം.
ഇന്ന് രാജ്യത്തെ 82 കോടി ജനങ്ങൾക്ക് സൗജന്യമായ റേഷൻ കൊടുക്കുന്നു. നിങ്ങൾ നോക്കൂ, ഇന്ദിരയുടെയും രാജീവിന്റെയും നെഹ്റുവിന്റെയും കാലഘട്ടം, ഈ 3 ഭരണാധികാരിമാരുടെയും ഏറ്റവും വലിയ മുദ്രാവാക്യം ഗരീബി ഹട്ടാവോ എന്നുള്ളതായിരുന്നു. ഇന്ദിര 2 തെരഞ്ഞെടുപ്പുകൾ ജയിച്ചത് തന്നെ ഗരീബി ഹട്ടാവോ എന്ന ഒറ്റ മുദ്രാവാക്യത്തിന്റെ പേരിലാണ്. എന്നിട്ട് എന്തായി? ഇന്നത്തെ പുതിയ ഐക്യരാഷ്ട്രസഭയുടെയും ലോകാരോഗ്യ സംഘടനയുടെയും കണക്ക് പ്രകാരം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം 25 കോടിയിലധികം ജനങ്ങളെയാണ് മോദി സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്നും കൈപിടിച്ചുയർത്തിയത്. ഇങ്ങനെ നാം പറയാൻ തുടങ്ങിയാൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത്, അതാണ് നമ്മൾ ഈ വികസനം എന്ന് സാധാരണഗതിയിൽ പറയുന്നില്ലേ, റോഡ് പണിതു, തോട് പണിതു, പാലം പണിതു, റെയിൽവേ സ്റ്റേഷൻ, ഇതൊക്കെയാണ് അടിസ്ഥാന സൗകര്യ മേഖലയിലുള്ള വികസനം. മോദി സർക്കാർ വരുമ്പോൾ രാജ്യത്ത് പ്രതിദിനം കേവലം 11 കിലോമീറ്റർ ആയിരുന്നു ദേശീയപാതകൾ പണിതുകൊണ്ടിരുന്നത്. ഇന്നത് 37 കിലോമീറ്ററായി. ഒരു ദിവസം ഈ രാജ്യത്ത് പുതിയതായി 37 കിലോമീറ്റർ ദേശീയപാതകൾ നിർമ്മിക്കപ്പെടുകയാണ്. 100 ലക്ഷം കോടി രൂപയാണ് റോഡിന് വേണ്ടി മാത്രം മോദി സർക്കാർ നീക്കി വെച്ചിട്ടുള്ളത്. 65,000 കോടി രൂപ കേരളത്തിന് കിട്ടി, അല്ലെ? കേരളത്തിലെ എല്ലാ ദേശീയപാതകളിലും അതിവേഗം വികസനം നടക്കുകയാണ്. നമ്മുടെ വിമാനത്താവളങ്ങളുടെ അവസ്ഥ, നമ്മുടെ എന്താണ് പറയുന്നത്, ജലഗതാഗതം എല്ലായിടത്തേക്കും സാഗർമാല പദ്ധതികൾ പ്രകാരം കണക്ട് ചെയ്യും. ഇങ്ങനെ എല്ലാ മേഖലയിലും ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് യാത്രാ സമയം, എത്രയോ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ വായിച്ചിരിക്കുന്നു, 8 മണിക്കൂർ യാത്രാ സമയം ലാഭിച്ചിരിക്കുന്നു, 12 മണിക്കൂർ യാത്രാ സമയം. എക്സ്പ്രസ് ഹൈവേകൾ അതിദ്രുതമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നത്. നമ്മുടെ എക്സ്പ്രസ് ഹൈവേകളിൽ യുദ്ധവിമാനങ്ങളിൽ ലാൻഡ് ചെയ്യുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ടാകും. ഇതൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന കാലഘട്ടമായിരുന്നില്ല 2014 മുൻപ്. ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും ദിവസവും ബോംബ് സ്ഫോടനമായിരുന്നു നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ്, അല്ലെ? എല്ലായിടത്തും ബോംബ് സ്ഫോടനം. ഇന്ത്യയുടെ ഏത് നഗരവും ഏതൊരു തീവ്രവാദ സംഘടനയും എത്രയും പെട്ടെന്ന് ലക്ഷ്യം വെക്കാവുന്ന തരത്തിൽ ദുർബലമായിരുന്നു നമ്മളുടെ സുരക്ഷാ സംവിധാനങ്ങൾ. ഇന്നോ ഇന്ത്യയിൽ ഭീകരാക്രമണം എന്നത് കേട്ടുകേൾവി മാത്രമായിരിക്കും. അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമായി തീവ്രവാദ ആക്രമണങ്ങൾ മാറിയിരിക്കുന്നു. അതങ്ങനായിരുന്നു. എല്ലായിടത്തും ബോംബ് സ്ഫോടനങ്ങൾ. വിഘടനവാദി നേതാക്കന്മാരെ ഇന്ത്യൻ പാർലമെന്റിലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും വിളിച്ച് വിരുന്നു നൽകുന്ന ഒരു കാലഘട്ടം. പണ്ട് ഭാരതത്തിന്റെ നയങ്ങൾ ആരായിരുന്നു തീരുമാനിച്ചുകൊണ്ടിരുന്നത്? ഇന്ത്യയെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചൈനയെ ഭയക്കണം, അമേരിക്കയെ ഭയക്കണം, റഷ്യയെ ഭയക്കണം, അല്ലെ? ഇംഗ്ലണ്ടിനെ ഭയക്കണം, ജർമ്മനിയോട് ചോദിക്കണം, ജപ്പാൻ കഴിയണം, ഇറാൻ എന്ത് വിചാരിക്കും, സൗദി അറേബ്യ എന്ത് കരുതും എന്നൊക്കെയായിരുന്നു ഇന്ത്യയുടെ വിദേശ നയം രൂപീകരിക്കുമ്പോൾ, ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ പറ്റി കൈകാര്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഭരണാധികാരികൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി പാശ്ചാത്യ നാടുകളും അറബ് രാജ്യങ്ങളും എന്ത് വിചാരിക്കും എന്ന് കരുതി അടങ്ങി ഒതുങ്ങിയിരുന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു പണ്ട്. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ബ്ലാങ്ക് ചെക്കാണ് നമ്മളുടെ പട്ടാളക്കാർക്ക്. നിങ്ങളെ അടിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള അനുമതിയുണ്ട്. അത് നമുക്കറിയണം. അതിർത്തിയിൽ നിൽക്കുന്ന ഭടൻ അനുഭവിക്കുന്ന ഒരു മാനസിക വ്യഥയുണ്ട്. ഫുൾ ലോഡഡ് ആയിട്ടുള്ള കണ്ണു വെച്ചുകൊണ്ട് ഫുൾ ലോഡഡായ റൈഫിൾ കയ്യിൽ ഇരിക്കുമ്പോ ശത്രു രാജ്യത്തിന്റെ വെടിയേറ്റ് മരിക്കേണ്ടി വരുന്ന ഒരു സൈനികന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? കാരണം അവന് സ്വയരക്ഷയ്ക്ക് പോലും വെടിവെക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. ഇന്ന് ഭാരതത്തിന്റെ അതിർത്തി കണ്ടെന്ന് ഒരു വെടിയുണ്ട വന്നാൽ 10 വെടിയുണ്ട തിരികെ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രധാനമന്ത്രിയും അതിന് അനുമതി നൽകിയ ഒരു ഭരണകൂടവുമാണ് ഭാരതം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്താൻ ഭാരതത്തിന് സാധിച്ചത്. എത്ര തവണയാണ് ഭാരതം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്? 3 തവണ പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് ലാഹോർ വരെ കടന്നു ചെന്നെത്തി ഇന്ത്യൻ സൈനികർ മണ്ണിൽ കടന്നു കയറി സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. ചിന്തിക്കാൻ പറ്റുമായിരുന്നോ 10 വർഷം മുമ്പ് ഇങ്ങനെ ഒരു കാലഘട്ടത്തെ പറ്റി? ഇന്ന് ഇന്ത്യ എന്നുള്ളത് ആത്മാഭിമാനമുള്ള രാഷ്ട്രമായി മാറിയിരിക്കുന്നു. ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നു എന്നതാണ് ലോക രാഷ്ട്രീയത്തിന്റെ ഗതിവിധികൾ തീരുമാനിക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ ദിവസം ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ ഘോരമായ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇന്ത്യൻ പൗരന്മാരെ ഭാരതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ഓപ്പറേഷൻ സിന്ധു ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരെയും മടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഓപ്പറേഷൻ സിന്ധു ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോ എങ്ങനെയാണ് ഇറാൻ ഭരണകൂടം അതിനോട് പ്രതികരിച്ചത്?
ഇറാനും ഇസ്രായേലും അവരുടെ യുദ്ധം നിർത്തിവെക്കാൻ തയ്യാറായി. ലോകത്തിലെ ഒരേ ഒരു രാജ്യത്തിന് വേണ്ടി, അത് ഭാരതത്തിന് വേണ്ടിയിട്ടാണ്. നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഭാരതത്തിന് വേണ്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഭാരതത്തിന് വേണ്ടിയിട്ടാണ്. ഈ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധത്തിനിടയിൽ രണ്ട് രാജ്യങ്ങളും യുദ്ധം നിർത്തിവെച്ചത് ഇന്ത്യൻ പൗരന്മാരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലെയും പൗരന്മാർ, അമേരിക്ക ആകട്ടെ, റഷ്യ ആകട്ടെ, എന്തിനും പാകിസ്ഥാൻകാരനും ചൈനക്കാരനും വരെ ഇന്ത്യൻ കൊടി കെട്ടിയ ബസ്സിൽ കയറി യുദ്ധമുഖത്ത് നിന്ന് രക്ഷപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര സംഭവങ്ങൾ ഉണ്ടായി. പാകിസ്ഥാൻകാരൻ ഭാരത് മാതാ കീ ജയ് വിളിച്ച് ഇന്ത്യക്കാരൻ ഭാരത് മാതാ കീ ജയ് വിളിക്കാൻ നാണക്കേടാണല്ലേ. പാകിസ്ഥാൻകാരൻ ഭാരത് മാതാ കീ ജയ് വിളിച്ച് ത്രിവർണ്ണ പതാക ഉയർത്തിയ വാഹനത്തിലാണ് യുദ്ധമുഖത്ത് നിന്ന് രക്ഷപ്പെട്ടത്. അതാണ് നരേന്ദ്രമോദി നിർമ്മിച്ച പുതിയ ഭാരതം. ഇന്ന് ആരുടെയും മുമ്പിൽ മുട്ടുമടക്കി കേടുന്നവരല്ല ഇന്ത്യ. ഭാരതം എന്നാൽ ആത്മാഭിമാനമുള്ള ഒരു രാഷ്ട്രമാണെന്നും 145 കോടി ജനങ്ങൾക്ക് ചോദിക്കാൻ ഒരു നാഥനുണ്ട് എന്നും തെളിയിച്ച കാലഘട്ടമാണ് കഴിഞ്ഞ 15 വർഷത്തെ ഭരണം. ആ ഭരണത്തിന്റെ പ്രതിനിധികളാണ് ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും. നമുക്ക് ആ ഒരു ഉത്തരവാദിത്ത ബോധമുണ്ടാകണം. ഭാരതത്തെ അതിന്റെ അസ്തിത്വത്തിലേക്ക്, അസ്തിത്വത്തിലേക്ക്, അതിന്റെ സ്വത്വബോധത്തിലേക്ക്, ആത്മബോധത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് നരേന്ദ്രമോദി ഭാരതീയ ജനതാ പാർട്ടിയുമായിരുന്നു. നരേന്ദ്രമോദി 2014 അധികാരത്തിലേറ്റപ്പോ ബ്രിട്ടനിലെ ഗാർഡിയൻ ദിനപത്രം അവരുടെ എഡിറ്റോറിയൽ എഴുതി. ആ എഡിറ്റോറിയൽ വലിയ എഡിറ്റോറിയലാണ്. അതിനകത്ത് 2 വരികൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറയാം. ആദ്യമായി കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ ആദ്യമായി ഭാരതത്തിന്റേതായ ഒരു സർക്കാർ ഇതാ ഭാരതത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഗാർഡിയൻ ദിനപത്രം എഴുതിയത്. ചരിത്രത്തിൽ ഇടം പിടിക്കും. എങ്ങനെ ഒരു ഇന്ത്യക്കാരൻ ആദ്യമായി ഭാരതത്തിന്റെ അധികാരം ഏറ്റെടുത്ത നാൾ എന്നാണ് ഗാർഡിയൻ ദിനപത്രം ഇതിനെ വിശേഷിപ്പിച്ചത്. കോൺഗ്രസിന്റെ ഭരണം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബ്രിട്ടന്റെ തുടർഭരണം മാത്രമായിരുന്നു എന്ന് ഗാർഡിയൻ ദിനപത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഭാരതത്തെ ഭാരതത്തിന്റേതായ രീതിയിൽ പുനർനിർമ്മിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. അത് എല്ലാ മേഖലകളിലും ഇങ്ങനെ അത് മാനസികമായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, ശക്തിയുടെ കാര്യത്തിലാകട്ടെ, കൃഷിയാകട്ടെ, എന്ത് മേഖലയുമാകട്ടെ, ഭാരതത്തെ പുനർനിർമ്മിക്കുക. എങ്ങനെയാണ് ഗാന്ധിയും അരവിന്ദനും വിവേകാനന്ദനും ഭഗവതി നിവേദിതയും അടക്കമുള്ളവർ ഈ ഭാരതത്തെ പറ്റി സ്വപ്നം കണ്ടത്? എന്തായിരുന്നു ഭാരതത്തിന്റെ ഗതകാല പ്രൗഢി? എങ്ങനെയായിരുന്നു ഭാരതം ലോകത്തിന്റെ മുഴുവൻ ഗുരുസ്ഥാനം ഉണ്ടായിരുന്നത്? ലോക GDP-യുടെ, ലോകത്തിന്റെ ഉൽപാദനത്തിന്റെ 28 മുതൽ 30% ഭാരതത്തിൽ നിന്നായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. ആ കാലഘട്ടത്തിലേക്ക് ഭാരതത്തെ കൈപിടിച്ചുയർത്തുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് മോദി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പതാകവാഹകർ എന്ന നിലയിൽ, അതിന്റെ സന്ദേശവാഹകർ എന്ന നിലയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രവർത്തകരുടെ മുന്നിലുള്ളത് വലിയ വെല്ലുവിളിയാണ്. ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയുക, ജനങ്ങളെ പ്രബുദ്ധരാക്കുക, ഈ കാര്യങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ മുൻപാകെ എത്തിക്കുക. ഇന്ന് മോദി സർക്കാരിന്റെ ആനുകൂല്യം കിട്ടാത്ത ഒരു വീട് പോലും ഇന്ത്യ മഹാരാജ്യത്തില്ല എന്ന് നമ്മൾ ഓർക്കണം. 140 കോടി ജനങ്ങൾക്കും സൗജന്യമായി വാക്സിൻ എത്തിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. ഇന്ത്യക്കാർക്ക് വാക്സിൻ കൊടുക്കുക മാത്രമല്ല ചെയ്തത്, ലോകത്തിലെ 62 രാഷ്ട്രങ്ങൾക്ക് സൗജന്യമായി വാക്സിൻ എത്തിക്കാൻ ഭാരതം തയ്യാറായി. അപ്പൊ ലോകത്തിൽ എവിടെയെങ്കിലും ഒരു പ്രകൃതി ദുരന്തമുണ്ടായാൽ, ഒരു യുദ്ധമുണ്ടായാൽ, ഒരു പകർച്ചവ്യാധി ഉണ്ടായാൽ അവിടേക്ക് സഹായവുമായി ഓടിയെത്തുന്ന ആദ്യ രാജ്യം ഭാരതമാണ്. അവിടേക്ക് ലോകത്തിന്റെ മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും സഹായം തേടിയിരുന്ന ഒരു നാട് എന്ന അവസ്ഥയിൽ നിന്ന്, ലോകത്തിന്റെ മുഴുവൻ നാടുകളിൽ നിന്നും ദുരിതാശ്വാസത്തിനായി കാത്തുകിടന്നിരുന്ന ഒരു ഇന്ത്യയിൽ നിന്ന് ലോകത്തിൽ ആർക്കാവശ്യമായാലും സഹായം എത്തിക്കുന്ന